സ്വാഗതം അർപ്പിച്ച വനിതാ സ്വയം സഹായ സംഘത്തിന്റെ സെക്രട്ടറി ശ്രീമതി സുമാ ഹരിദാസ്, നമ്മുടെ ഇവിടെയും പ്രിയങ്കരനായ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഒരു കുടുംബാംഗമായ ആദരണീയനായ MP ശ്രീമാൻ PK ശ്രീകണ്ഠൻ സാർ, ഇവിടെ ആശംസകൾ അർപ്പിച്ചു പോയ NDAയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നമ്മളുടെ പ്രകടനം തുടങ്ങുന്ന സമയത്ത് നമ്മളെ വന്ന് ഈ വനിതാ സംഘത്തിന് എല്ലാവിധ ആശംസകളും സഹായങ്ങളും സഹകരണങ്ങളും അർപ്പിച്ചു പോയ ശ്രീമാൻ പ്രഭാകരൻ MLA, ശ്രീമതി KA തുളസി കോങ്ങാട് UDF സ്ഥാനാർത്ഥി, ഈ സംഗമത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. സമയം അനുവദിക്കുകയാണെങ്കിൽ ഞാനും വരും എന്ന് പറഞ്ഞ ശ്രീമതി ശാന്തകുമാരി, നമ്മുടെ ഇവിടെയും പ്രിയങ്കരനായ MDCF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ കുട്ടപ്പൻ തെറ്റിയാർ, അതേപോലെ MDCF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി രേണുകാമണി, സദസ്സിലും ട്രഷറർ, പോഷക സംഘടനാ ഭാരവാഹികൾ, സദസ്സിലും വേദിയിലും ഇരിക്കുന്നവരുടെ ഈ തിരുവാതിര അവതരിപ്പിച്ച് അതിനെ വിജയമാക്കി തീർത്ത വനിതാ സമുദായ ബന്ധുമിത്രാദികൾ, എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്ന് പറഞ്ഞാൽ അവകാശ പ്രഖ്യാപനമാണ്. ഈ അവകാശ പ്രഖ്യാപനം 4 അവകാശങ്ങളായിട്ട് നമ്മുടെ ലോകത്ത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ 28-29 വർഷത്തെ സമയമൊന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, കാലഘട്ടമൊന്ന് പരിശോധിച്ച് നോക്കിയാൽ, പഠിത സമുദായ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രോത്സാഹന സമ്മാനവും അവിടുത്തെ ദിനാഘോഷവും നടത്തുന്ന ആ പരിപാടിയിൽ ആ കുട്ടികളെ ഒന്ന് പ്രോത്സാഹന സമ്മാനം വിതരണം ചെയ്യണം. ഈ സമ്മേളനം ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ വളരെ അവജ്ഞയോടും അവഗണനയോടും കൂടി ഇറക്കി വിട്ട അനുഭവം ഈ സമുദായ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിനാണ്. അവിടെ നിന്ന് നമ്മൾ 29 വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സമുദായത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മത്സരിക്കുന്ന ജനപ്രതിനിധികളെയും നമ്മൾ കാണുന്നു. ഇവിടെയാണ് നമ്മളുടെ സംഘടനയുടെ ശക്തിയും സംഘടനയുടെ ഒരുമയും സംഘടനയുടെ ബോധവും നമ്മൾ ഓർക്കേണ്ടത്. ആർക്കും എന്തും നമ്മളെ വന്ന് മൈക്കിലൊന്ന് പറയാവുന്നതാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നോട് ചോദിക്കാതെ എന്തിനാ എൻ്റെ പേര് നോട്ടീസിൽ അടിച്ചത് എന്ന് പറഞ്ഞ് വാതിൽ ബലമായി അടച്ച്